രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ. എല്ലാ മേഖലകളിലും കുതിച്ചുചാട്ടമുണ്ടാകുന്ന ജനപ്രിയ ബജറ്റായിരിക്കും അവതരിപ്പിക്കുകയെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളർച്ചയിലെന്ന് സൂചിപ്പിക്കുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ വച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ജനപ്രിയ ബജറ്റായിരിക്കുമെന്ന ഉറപ്പാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റേത്. എല്ലാ മേഖലയിലും കുതിച്ചുചാട്ടമുണ്ടാക്കുന്ന ബജറ്റായിരിക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നില്ലെന്നും ധനമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്ന തരത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ബഡ്ജറ്റ്. കഴിഞ്ഞ 10 വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് പറ്റുന്ന തരത്തിൽ കേരളത്തിന് വലിയ വികസനവും മാറ്റവും ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങളായിരിക്കും തീർച്ചയായിട്ടും ബഡ്ജറ്റ് വരുന്നത്. എന്തായാലും ഈ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. അതേസമയം സഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രതീക്ഷ നൽകുന്നതാണ്. സംസ്ഥാനത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപ്പാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. മൊത്തം വരുമാനം 1,24,861 കോടിയായി കൂടി. മുൻവർഷത്തെ അപേക്ഷിച്ച് 0.3% വളർച്ച. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ 2.7% വർധനവുണ്ട്. കാർഷിക മത്സ്യമേഖലകളിലും വളർച്ചയുണ്ടായി. കാർഷിക മേഖലയിലെ വളർച്ച 1.25% നിന്നും 2.14% ഉയർന്നു. മത്സ്യമേഖല നെഗറ്റീവ് വളർച്ചയിൽ നിന്ന് 10.55% വളർച്ച നേടി. എന്നാൽ കേന്ദ്രവിഹിതം മുൻവർഷത്തേക്കാൾ 6.15% കുറഞ്ഞെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.